Good afternoon, all of you. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോൾ ചെയ്യാം. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്രയാണ്? 10 കോടി, 50 ലക്ഷം, 1 കോടി, 20 ലക്ഷം രൂപ. ഏതാണ് വരുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, 50 ലക്ഷം രൂപയാണ്. എത്ര തരത്തിലുള്ള ഉപഭോക്തൃ കോടതികൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്? പറഞ്ഞേ. എത്ര തരത്തിലുള്ള ഉപഭോക്തൃ കോടതികൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്? 3 തരത്തിലുള്ള ഉപഭോക്തൃ കോടതികൾ അല്ലെങ്കിൽ പരിഹാര കമ്മീഷനുകൾ അവൈലബിൾ ആണ്. ഏതൊക്കെയാണ് അവ? ഉപഭോക്തൃ കമ്മീഷനുകൾ എന്ന് പറയുന്നത് ജില്ലാ, സംസ്ഥാനം ആൻഡ് ദേശീയ ഉപഭോക്തൃ കമ്മീഷൻ ആണ്. അപ്പൊ അതിന്റെ ഘടനയൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ഏതൊക്കെ ആണ് ഈ പറയുന്ന ജില്ലാ ഉപഭോക്തൃ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുമ്പോൾ വരേണ്ടത്? ജില്ലാതലത്തിൽ ഇപ്പൊ അതായത് 2 രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കണം. അതായത് 1986-ലും 2019-ലും എന്ത് വന്നിട്ടുണ്ട്? അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമം ആദ്യമായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം എന്ന് ചോദിക്കുമ്പോൾ ഏത് വേണം പറയാൻ വേണ്ടിയിട്ട്? 1986 വേണം പറയാൻ വേണ്ടിയിട്ട്. 86. ഇനി അതിനുശേഷം കുറച്ച് എഡിഷൻസ് വന്നു 2019. വീണ്ടും നമുക്ക് 2021 ആയപ്പോൾ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഇപ്പോഴത്തെ ഈ ചോദ്യത്തിനകത്ത് എന്തെന്ന് വന്നിരിക്കുന്നത്? 50 ലക്ഷം എന്നിട്ടുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. ക്ലിയർ? അപ്പൊ അതിന്റെ സ്ട്രക്ചർ നമ്മൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോകാം. 1986-ല് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ ഘടന എന്ന് പറയുന്നത് എത്രയാണ്? 86-ല് ജില്ലാതലത്തിൽ വരുമ്പോൾ പ്രസിഡന്റും എത്ര അംഗങ്ങളും ഉണ്ടായിരിക്കും? പ്ലസ് 2 അംഗങ്ങൾ. വനിതയാവണമെന്ന് നിർബന്ധം ഉണ്ടോ? യെസ്. ഒരംഗമെങ്കിലും വനിത. ഒരു അംഗമെങ്കിലും എന്തായിരിക്കണം? വനിതയാവണമെന്ന് നിർബന്ധമുണ്ട്. ഏത് നിയമപ്രകാരമാണ്? 1986-ലെ നിയമപ്രകാരം ഇതിനകത്തെ ഘടന എന്ന് പറയുന്നത് പ്രസിഡന്റും അതുപോലെ തന്നെ എത്ര അംഗങ്ങളും ഉണ്ടായിരിക്കണം? 2 അംഗങ്ങളും ഉണ്ടായിരിക്കണം. അതിനകത്ത് ഒരംഗം എന്തായിരിക്കണം? വനിതയായിരിക്കണം. ഇനി ഇതിന്റെ അധികാര പരിധി എന്ന് പറയുന്നത് എത്ര ലക്ഷം രൂപ വരെയുള്ള കാര്യങ്ങളാണ് ജില്ലാതലത്തിൽ അന്ന് ഉണ്ടായിരുന്നത്? 20 ലക്ഷം രൂപ വരെയാണ് കാര്യങ്ങൾ അന്ന് കൈകാര്യം ചെയ്തിരുന്നത് എന്ന കാര്യം നമ്മൾ പഠിച്ചു വെക്കണം. ഇനി നമ്മൾ 2019-ലായപ്പോൾ സെയിം കണ്ടീഷൻ തന്നെയാണ് പറയുന്നത്. പ്രസിഡന്റും 2-ൽ കുറയാത്ത അംഗങ്ങളും ആണ്. പക്ഷെ ആരോട് കൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ ഡിസ്ട്രിക്ട് ലെവലിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. കേന്ദ്ര ഗവൺമെന്റുമായി കൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നിട്ടുള്ളത് ഇസ് എ കമ്പൽസറി ആണ്. ദാറ്റ് ഇസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ 1986-ഉം 2019-ലെ ഉപഭോക്തൃ സംരക്ഷണ അവകാശവുമായി ബന്ധപ്പെട്ട മെയിൻ പ്രത്യേകത. പ്രസിഡന്റിനും 2-ൽ കുറയാത്ത അംഗങ്ങളുമാണ്. പക്ഷേ കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കണം? കേന്ദ്ര ഗവൺമെന്റിനോട് കൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇവരെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇവിടെ നമ്മൾ 20 ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ വരുമ്പോൾ എത്ര ലക്ഷം രൂപയുടെ കാര്യം വേണം പറയാൻ വേണ്ടിയിട്ട്? 1 കോടി രൂപ വരെയുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. എപ്പോഴാണ്? 2019-ൽ 1 കോടി രൂപ വരെയുള്ള കാര്യങ്ങളാണ് ഡിസ്ട്രിക്ട് ലെവലിൽ കൈകാര്യം ചെയ്യുന്നത്. 2019-ലെ നിയമം. ഇപ്പൊ ഇത്രയും മനസ്സിലായോ? അപ്പൊ ഇത് ഡിസ്ട്രിക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു എസ് എന്ന് പറഞ്ഞേ. ഓക്കെ. ഇനി നമുക്ക് ഇനി സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് എങ്കിൽ ആരാണ്? സംസ്ഥാന രീതിയിലുള്ള ആരാണ്? ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആയിരിക്കും വരുന്നത്. അതാണ് സ്റ്റേറ്റ് ലെവലിൽ സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷനാണ്. ഇവിടെ ആരൊക്കെയാണ്? ഇവിടുത്തെ ഘടന എന്ന് പറയുന്നത് മേളത്തെ പറഞ്ഞതുപോലെ വനിത വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? വനിത വേണം. എത്ര അംഗങ്ങൾ? 1 അംഗം വനിതയായിരിക്കണം.
ഇനി പ്രസിഡന്റും ഏതു ആണ് പറഞ്ഞിരിക്കുന്നത്? 2 അംഗങ്ങളും ആണ് പറഞ്ഞിരിക്കുന്നത്. മേളത്തെ കണ്ടീഷന്റെ സെയിം കണ്ടീഷൻ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റും എത്ര അംഗങ്ങളും ഉണ്ടായിരിക്കണം? 2 അംഗങ്ങളും ഉണ്ടായിരിക്കണം. ഒരാൾ എന്തായിരിക്കണം? വനിതയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ അംഗങ്ങളെ നിയമിക്കണമെങ്കിൽ ആർക്കാണ് അധികാരം വന്നിരിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇപ്പൊ കൂടുതൽ അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരം എന്ന് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. സോ ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് കൂടുതൽ അംഗങ്ങൾ വേണമെങ്കിൽ നിയമിക്കാനുള്ള അധികാരം. ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിനാണെന്ന കാര്യം ഓർത്തിച്ചേക്കുക. നമ്മളിപ്പോ പഠിക്കുന്ന എന്തുവാ പറഞ്ഞേ? സ്റ്റേറ്റ് ഗവൺമെന്റുമായി അല്ലെങ്കിൽ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ പ്രസിഡന്റും 2 അംഗങ്ങളുമാണ്. ഒരംഗം വനിതയായിരിക്കണം. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ്. ഇനി നമുക്ക് ഇവിടെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2019 ആയുമ്പോഴത്തേക്കും കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രസിഡന്റും എത്രയിൽ കുറയാത്ത അംഗങ്ങളും ആയി മാറി. പ്രസിഡന്റിനോടൊപ്പവും 4 പേരൂടെ വേണം. ഓക്കെ, അപ്പൊ ഇവിടെയും ആരോട് തന്നെ കൂടി ആലോചിക്കണം? അതായത് പ്രസിഡന്റും അതോടൊപ്പം 4 പേരും കുറയാത്തതും, എന്നാൽ കേന്ദ്ര ഗവൺമെന്റുമായി കൂടി ആലോചിച്ച് തീരുമാനിക്കാവുന്ന അത്രയും അംഗങ്ങളിൽ കൂടരുത്. അപ്പൊ ഇവിടെ തീരുമാനം ആർക്കാ? കേന്ദ്ര ഗവൺമെന്റിന് തന്നെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം സ്റ്റേറ്റ് ലെവലില് പ്രസിഡന്റിനോടൊപ്പം എത്ര ആൾക്കാരാണ് 2019 വന്നിരിക്കുന്നത്? 4 പേരൂടെ വേണം. ഇനി കൂടുതലൊക്കെ മാക്സിമം ആരോട് ആലോചിച്ചിട്ടേ ഇത്രയും അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ? കേന്ദ്ര ഗവൺമെന്റ്. ഓക്കെ, 1986 ആരോടായിരുന്നു ആലോചിക്കേണ്ടത്? സ്റ്റേറ്റ് ഗവൺമെന്റിനായിരുന്നു അധികാരം വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഡിസ്ട്രിക്ട് തലത്തില് പ്രസിഡന്റും 2 അംഗങ്ങളും മതിയായിരുന്നു. ഒരംഗം വനിതയായിരിക്കണം. ഇനി 2019 സെയിം കണ്ടീഷൻ തന്നെയാണ് അതിനകത്ത് ഡിസ്ട്രിക്ട് ലെവലിൽ വന്നിരിക്കുന്നത്. പക്ഷെ ആരോടുകൂടെ കൂടി ആലോചിക്കണം? കേന്ദ്ര ഗവൺമെന്റ്. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റിനകത്ത് 1986 പ്രസിഡന്റ് പ്ലസ് 2 ആയത് 2019 ആയപ്പോഴത്തേക്കും പ്രസിഡന്റിനോടൊപ്പം ആരോട് ചേരണം? 4 പേരൂടെ വേണം. അപ്പൊ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിനോട് വേണം കൂടുതൽ ആലോചിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താണ്? കേന്ദ്ര ഗവൺമെന്റിനോടാണ് ഇവിടെ ആലോചിക്കേണ്ടത്. ഇവിടെ വനിത എന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ വനിത എന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മനസ്സിലായോ? ദാറ്റ് ഇസ് ദ മെയിൻ ഡിഫറൻസ്. അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. 2019 1986 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ് കൂടുതൽ പ്രയോറിറ്റി. ഡിസ്ട്രിക്ട് ലെവലിലായാലും സ്റ്റേറ്റ് ലെവലിലായാലും. പണ്ട് 86 ആർക്കായിരുന്നു ഇമ്പോർട്ടൻസ്? സ്റ്റേറ്റ് ഗവൺമെന്റിനായിരുന്നു. സ്റ്റേറ്റ് ലെവലിലുള്ള കാര്യങ്ങൾക്കകത്ത് ഇമ്പോർട്ടൻസ്. വനിത വേണമെന്നുണ്ടായിരുന്നു സെൻട്രൽ ലെവലിൽ. പക്ഷേ ഇപ്പം ഈ പറയുന്ന സെൻട്രൽ ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്റ്റേറ്റ് ആണ്. അപ്പൊ ആ സ്റ്റേറ്റിനകത്ത് വനിത വേണമെന്ന് 2019 നിയമം ഉണ്ടോ? ഇല്ല. ഇനി പണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് 20 ഇവിടെ എന്താണ്? 20 ലക്ഷം രൂപ വരെയുള്ളതായിരുന്നു പറഞ്ഞത്. ഇവിടെ എന്തായി? വരെ. അതുകൂടെ ഓർത്ത് വെച്ചേക്കണേ. ഇനി ഇവിടെ എന്താണ്? 20 ലക്ഷത്തിൽ കൂടുതലുള്ള കാര്യങ്ങൾ. 20 ലക്ഷത്തിൽ കൂടുതലുള്ള കാര്യങ്ങളും 20 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള കാര്യങ്ങൾ ഇവര് കൈകാര്യം ചെയ്യും. ഇവിടെ വരുമ്പം എന്തായിരുന്നു? 1 കോടിക്കും 10 കോടിക്കും ഇടയിലായിട്ടാണ് കൈകാര്യം ചെയ്തത്. ഡിഫറൻസ് മനസ്സിലായോ? അതായത് ഈ 1986 20 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയുള്ള കണ്ടന്റ് അവൾക്കായിരുന്നു ആര് പരിഹാരം കണ്ടുകൊണ്ടിരുന്നത്? സ്റ്റേറ്റ് ലെവലില് 86. പക്ഷേ 2019 നിയമം അമെൻമെന്റ് ചെയ്ത സമയത്ത് 1 കോടിക്കും 10 കോടിക്കും ഇടയിലാക്കി വെച്ചു സ്റ്റേറ്റിന്റെ കാര്യം. ഇനി നാഷണൽ ലെവലിലെ കാര്യം എന്ന് പറയുന്നത് എത്ര അംഗങ്ങൾ വേണം? പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളും വേണം. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ ആർക്കാണ് അധികാരം? കേന്ദ്ര ഗവൺമെന്റിനാണ് അധികാരം വരുന്നത്. ഇനി അടുത്തായിട്ട് പറയുന്നത് ഇവിടെ എന്താണ്? പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളും. കൂടുതൽ അംഗങ്ങളുടെ കാര്യം ഒന്നും പറയുന്നില്ല. ഇവിടെ എന്തായിരുന്നു? 1 കോടി രൂപയ്ക്ക് മുകളിലായിട്ട് വരും. ഇവിടെ എത്ര കോടി രൂപയ്ക്ക് മുകളിൽ? 10 കോടിക്ക് മുകളിൽ. ഡിഫറൻസ് മനസ്സിലായി? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക കേട്ടോ.
നമ്മളിപ്പോ പഠിക്കുന്നത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. എത്ര കമ്മീഷൻസ് നമുക്ക് ഉണ്ട്? ഡിസ്ട്രിക്ട് തലത്തിലും സ്റ്റേറ്റ് തലത്തിലും നാഷണൽ തലത്തിലൂടെ ചേർത്ത് 3 ഉണ്ട്. ഇതിന്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓരോ പരീക്ഷയ്ക്കകത്തും നമ്മൾ മാറി മാറി മാർക്ക് വരുന്നതാണ്. GK-ക്കകത്ത് നമ്മൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാവുന്നത് 10th മെയിൻസിന് ഏതാണ്? ഈ പറയുന്ന സ്പെഷ്യൽ ലോസിനകത്താണ് മാർക്ക് കയറി വരുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് ഉപഭോക്തൃ റിലേറ്റ് ചെയ്ത് 1-2 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ നമ്മളത് പെർഫെക്റ്റ്ലി ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് പ്രസിഡന്റും 2 ആൾക്കാരോട് ചേർന്നിട്ടാണ് ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും 1986 വന്നിരിക്കുന്നത്. പിന്നെ 2019 സമയത്ത് എന്തായിട്ട് മാറിയിട്ടുണ്ട്? പിന്നെ ഇപ്പത്തെ സൈഡിലേക്ക് എന്തായിട്ട് മാറിയിട്ടുണ്ട്? ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇതിന് മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. ബാക്കിക്കൊന്നും ചേഞ്ച് വന്നിട്ടില്ലല്ലോ. ഇല്ല. രണ്ടായിരത്തി 19 പ്രസിഡന്റും 2-ൽ കുറയാത്ത അംഗങ്ങളും കേന്ദ്ര ഇതും. പക്ഷെ ഇവിടെ ഒന്നും 2019 എന്ത് പറഞ്ഞിട്ടില്ല? വനിത വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു കണ്ടീഷനകത്തും എന്ത് പറഞ്ഞിട്ടില്ല? വനിത എന്ന് പറഞ്ഞിട്ടില്ല. അതായത് പ്രസിഡന്റ് പ്ലസ് 2 എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം മാത്രമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. വനിതയുണ്ടോ? ഈ 3 കണ്ടീഷനകത്തും എന്തില്ല? വനിത എന്ന് നിർബന്ധം ഇല്ല. ഇവിടെ നമുക്ക് വനിത എന്നിട്ടുള്ളത് എവിടെയെന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഡിസ്ട്രിക്റ്റിലും സ്റ്റേറ്റിലും മാത്രമാണ് വനിത എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം വന്നിരിക്കുന്നത്. ഓക്കെ, ബാക്കി എന്ത് വന്നിട്ടില്ല? ഒന്നും എങ്ങും പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്നുകൂടെ പറയട്ടെ, നിങ്ങൾ തന്നെ കണ്ടീഷൻസ് ഒന്ന് പറഞ്ഞേ. ഈ ഡിസ്ട്രിക്ട് ലെവലിൽ എത്ര എണ്ണം പറയുന്നുണ്ട്? പ്രസിഡന്റിനോടൊപ്പം എത്ര അംഗങ്ങൾ എന്ന് പറഞ്ഞേ? 86-ൽ 2. ഇവിടെ 2019 എത്ര പറയുന്നുണ്ട്? സെയിം കണ്ടീഷൻ ആണ്, പ്രസിഡന്റിനോടൊപ്പം 2. ഇവിടെ പറയുന്നുണ്ട് വനിത വേണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ടോ? ഇല്ല. ഇനി ഇവിടുത്തെ കണ്ടീഷൻ പറഞ്ഞേ, പ്രസിഡന്റിനോടൊപ്പം എത്ര വരുന്നത്? 2 അംഗങ്ങൾ. വനിത വേണോ? വേണം. ഇവിടെ പറഞ്ഞേ, പ്രസിഡന്റിനോടൊപ്പം എത്ര പേര് വരുന്നുണ്ട്? 4 പേര്. വനിത വേണോ? വേണ്ട. ഇനി ഇവിടെ നാഷണൽ ലെവലിൽ എത്രയാണ്? പ്രസിഡന്റിനോടൊപ്പം എത്ര പേരാ? 4. വനിത വേണോ? വേണ്ട. ഇവിടെ പറഞ്ഞേ, പ്രസിഡന്റിനോടൊപ്പം എത്ര പേരാ? 4 പേര്. ഇവിടെ ആരാ? വനിതയുണ്ടോ? ഇല്ല. അത്ര മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾക്ക് കൂടാതെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ആരാ തീരുമാനിക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇവിടുത്തെ ആരാ? സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ എവിടെ വനിത വരുന്നു എന്നിട്ടുള്ള കാര്യം ജസ്റ്റ് 1986 മാത്രമേ വരുന്നുള്ളൂ. ശരിയല്ലേ? ഇനി നമ്മൾക്ക് ഇതിന്റെ കണ്ടീഷനോടെ പറയൂ. 20 ലക്ഷം വരെയുള്ള കാര്യങ്ങളായിരുന്നു 86 ഡിസ്ട്രിക്ട് ലെവലിൽ. ഇവിടെ ആയപ്പോ എന്തായി മാറി? 1 കോടി രൂപ വരെ. ഇനി ഇവിടെ പറഞ്ഞേ, ഇവിടെ വന്നപ്പം 20 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിൽ. ഇനി ഇവിടെ വരുമ്പോ എന്തുവാ? 1 കോടിക്ക് മുകളിൽ. കിട്ടിയോ? ഇനി ഇവിടെ വരുമ്പോ ഈ ഇതായിട്ട് മാറി, 1 കോടിക്കും 10 കോടിക്കും ഇടയിൽ. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇവിടെ ഇപ്പൊ എത്ര വരും? 10 കോടിക്ക് മുകളിൽ. ഇപ്പൊ സിമ്പിൾ ആയില്ലയോ? ഇത്രേ ഉള്ളൂ കാര്യം. ഇത്രയും നിങ്ങളുടെ മനസ്സിലായിട്ട് കൃത്യമായിട്ട് ഡയറക്റ്റ് കയറ്റി വെച്ചിരിക്കണം. ക്ലിയർ? ഇപ്പൊ വനിതകൾ വേണ്ട 2 കണ്ടീഷൻസ് ഇവിടെ മാത്രമേ ഉള്ളൂ. 86 മാത്രമേ ഉള്ളൂ. 1-ാമത്തെയും 2-ാമത്തെയും സ്റ്റേജിൽ എന്ന കാര്യം ഓർത്തേച്ചാൽ മതി. ബാക്കിയുള്ളതെല്ലാം ഏതിനകത്താണ്? വനിതകളില്ല. മനസ്സിലായേ? 1986 P+2 വരുന്നത് ഏതിനകത്തേ ഉള്ളൂ? ഡിസ്ട്രിക്റ്റിലും സ്റ്റേറ്റിലും മാത്രമേ വരുന്നുള്ളൂ. P+2 ഏത് കണ്ടീഷനിലെ ഇപ്പോഴും വരുന്നുള്ളൂ? ഡിസ്ട്രിക്ട് ലെവലിൽ മാത്രമേ P+2 2019 വരുന്നുള്ളൂ. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചോദ്യത്തിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യം പഠിക്കുമ്പം അതുകൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. 2021 പുതിയ ചട്ടം വന്നിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം നമുക്ക് ജില്ലാ ഉപഭോക്തൃ കമ്മീഷന് ഏത് പ്രകാരമാണ്? 2021 പുതുതായിട്ട് വന്നതനുസരിച്ച് ജില്ലയ്ക്ക് എത്ര കാര്യങ്ങൾ ആണ് വരുന്നത്? ഡിസ്ട്രിക്ട് ലെവലില് 50 ലക്ഷം വരെ. സ്റ്റേറ്റ് ആണെങ്കിലോ 50 ലക്ഷം മുതൽ
2 കോടി വരെ. ഇനി നാഷണൽ ലെവലിലാണെങ്കിലോ 2 കോടിക്ക് മുകളിൽ. ഐഡിയ കിട്ടിയോ? ഇത്ര അങ്ങ് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ബുക്കിനകത്ത് നോട്ട് എഴുതുന്ന സമയത്ത് എന്തൊക്കെ എഴുതണം? ഈ പറയുന്ന ഡിസ്ട്രിക്ട് ലെവലിൽ എത്ര വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് എഴുതി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് പറയാൻ പറ്റുന്നുണ്ടോ നോക്കൂ. അതായത് 1986, 2019, 2021 ആ കണക്ക് മാത്രം ഒന്ന് പറഞ്ഞേ. ഡിസ്ട്രിക്ട് ലെവലിലാണ് നമ്മൾ ഇത് ആദ്യം എഴുതുന്നത്. അപ്പൊ അവിടെ എത്ര വരുന്നുണ്ട്? 20 ലക്ഷം. ഇവിടെ സ്റ്റേറ്റ് ലെവലിൽ എത്ര വരുന്നുണ്ട്? 20 ലക്ഷത്തിനും 1 കോടി അല്ലായിരുന്നോ? നാഷണൽ ലെവലിൽ എന്ത് പറയും? 1 കോടിക്ക് മുകളിൽ. 2019 എന്ത് വന്നു എന്ന് പറഞ്ഞേ? ഡിസ്ട്രിക്ട് ലെവലില് 1 കോടിയാക്കി വെച്ചു അല്ലെ? ഇനി 1 കോടിക്കും 10 കോടിക്കും ഇടയിലാക്കി വെച്ചു. ഇനിയും 10 കോടിക്ക് മുകളിലാക്കി വെച്ചു. 2021 എഗെയിൻ ഡിഫറൻസ് ഉണ്ടാക്കി എന്താക്കി വെച്ചു? ഡിസ്ട്രിക്ട് ലെവലില് 50 ലക്ഷം. ഇത് സ്റ്റേറ്റ് ലെവലിൽ എന്താക്കി മാറ്റി? 50 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിലാക്കി മാറ്റി. ഇനിയും 2 കോടിക്ക് മുകളിലായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ്ലി ഓക്കെ ആയിട്ടുള്ളവർ എത്ര പേര് എസ് എന്ന് പറഞ്ഞേ? ഈ കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇത്രയും മനസ്സിലായവര്. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം ബുക്കിനകത്ത്. ഇതിനകത്തൊന്ന് ചോദ്യം എന്തായാലും 100% ഉറപ്പാണ് കേട്ടോ. പഠിക്കുമല്ലോ. പാടുള്ളതൊക്കെ നേരത്തെ അങ്ങ് പഠിച്ചു വെക്കണം. ഇനി അടുത്തൊരു ചോദ്യം സിമ്പിൾ ചോദ്യമാണ്. ചെസ് കളിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പദങ്ങൾ ഏതൊക്കെയാണ്? ചെസ് കളി, കാസ്ലിങ്ങും സ്റ്റെയിൽമേറ്റും ആണ് ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ. ഇപ്പൊ ലെഗ് ബൈ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിങ്ങൾക്കറിയാവുന്നതാണ് ലെഗ് ബൈ എന്തുവാ? എന്താ? ക്രിക്കറ്റ്. പിഞ്ചിങ് എന്തുവാ? പിഞ്ച് ബേസ്ബോൾ. എന്താ? ബേസ്ബോളുമായി ബന്ധപ്പെട്ട്. അപ്പൊ കാസ്ലിങ്ങും സ്റ്റെയിൽമേറ്റും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാസ്ലിങ്ങും സ്റ്റെയിൽമേറ്റും ചെസ്സുമായി ബന്ധപ്പെട്ട. അപ്പൊ ചെസ്സുമായി ബന്ധപ്പെട്ട വേറെ കണ്ടന്റുകൾ അറിയാമോ? സ്ഥിരമായിട്ട് വരുന്ന കണ്ടന്റുകൾ ഏതൊക്കെയാണ് ചെസ്സുമായി ബന്ധപ്പെട്ട്? പഠിക്കാം. ഏതാ? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ബിഷ് എന്ന് കേട്ടിട്ടുണ്ടോ? സോറി, ബിഷ് അല്ല, ബിഷപ്പ്. ബിഷപ്പ്. സ്റ്റെയിൽമേറ്റും കാസ്ലിങ്ങും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ചെക്ക്മേറ്റ് അറിയാമോ? ചെക്ക്മേറ്റ്. പിന്നെന്താണ്? റൂക്ക്, പോൺ. ഇത്രയും പഠിച്ചു നോക്കാം. റൂക്ക്, പോണ്, ചെക്ക്മേറ്റ്, ബിഷപ്പ്, കാസ്ലിങ്ങും സ്റ്റെയിൽമേറ്റും പഠിച്ചു വെക്കാം. അത് ഒത്തിരി ഒന്നിച്ചൊന്ന് പഠിക്കരുത് ഒരു ദിവസം കേട്ടോ. ഒരു ദിവസം ഒരെണ്ണം വെച്ച്, ഒരെണ്ണത്തിന്റെ കണ്ടന്റ് വെച്ച് പഠിക്കണം. ഇന്ന് ഇത് പഠിക്കണേ. ബിഷപ്പ്, ചെക്ക്മേറ്റ്, റൂക്ക്, പോണ്, പിന്നെ ഓപ്ഷനൂടെ പഠിക്കുക. ഏതൊക്കെയാണ്? കാസ്ലിങ്ങും പഞ്ചിങ്ങും. സോറി, കാസ്ലിങ്ങും സ്റ്റെയിൽമേറ്റും. കാസ്ലിങ്ങും സ്റ്റെയിൽമേറ്റും. ഓക്കെ ആണോ? അപ്പൊ ബിഷപ്പ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ചെക്ക്മേറ്റ്, റൂക്ക്, പോൺ എന്നിവ എന്തുമായി ബന്ധപ്പെട്ടാണ്? ചെസ്സുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യം ആണ്?
ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, വോയൂറിസം. കേട്ടിട്ടില്ലേ വോയൂറിസം? അപ്പൊ ഈ വോയൂറിസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഒളിഞ്ഞു നോട്ടമാണ്. എന്തിനെ പറ്റി പറയുന്നു? ഒളിഞ്ഞു നോട്ടം. അപ്പൊ ഇതിനെ പറ്റിയിട്ട് ആക്ച്വലി നമ്മുടെ ഭാരതീയ ന്യായ സംഹിത ഉണ്ടല്ലോ, BNS, പുതിയ കാര്യങ്ങളൊക്കെ, ഭാരതീയ ന്യായ സംഹിത, BNS എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാരതീയ ന്യായ സംഹിത. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ IPC ഉണ്ട്, ഇന്ത്യൻ പീനൽ കോഡ്. അപ്പൊ BNS-നകത്ത് എത്രാമത്തെ സെക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഈ പറയുന്ന വോയൂറിസം അഥവാ ഒളിഞ്ഞു നോട്ടം. ഒളിഞ്ഞു നോട്ടത്തിന്റെ ഇംഗ്ലീഷാണ് വോയൂറിസം. IPC-യുടെ സെക്ഷൻ ഏതായിരുന്നു നമ്മൾ പഠിച്ചു നോക്കണം. IPC 354C ആണ്. IPC ഈ വോയൂറിസം പ്രതിപാദിച്ചിരിക്കുന്നത് 354C ആയിരുന്നു. ഇനി BNS-ൽ എത്ര പറയുന്നത് എന്ന് ചോദിച്ചാൽ എത്ര പറയണം? സെക്ഷൻ 77 എന്ന് പറഞ്ഞു നോക്കണം. എത്രയാണ്? സെക്ഷൻ 77-ലാണ് BNS-ൽ ഇതിനെ പറ്റി പറയുന്നത്. അതായത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയോ ഒരു സ്ത്രീ സ്വകാര്യമായി ചെയ്യുന്ന പ്രവൃത്തിയെ വീക്ഷിക്കുകയോ ചിത്രങ്ങൾ പകർത്തുകയോ അവ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ഈ വകുപ്പ് പ്രകാരം കുറ്റമാണ്. IPC-യുടെ എത്രാമത്തെ സെക്ഷൻ പ്രകാരമായിരുന്നു വോയൂറിസം? 354C പ്രകാരം. BNS പ്രകാരം വോയൂറിസം ഏതാണ്? 77 എന്നും പഠിച്ചു വെക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഈ വോയൂറിസം എന്ന് പറയുന്ന സംഭവത്തിനകത്ത്, അതായത് നമ്മൾക്കിപ്പം ഒരു ആൾക്കാരുടെ ബാത്റൂമിലൊക്കെ ഒളിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ ഏത് അണ്ടറിനകത്ത് വരും? ഈ വോയൂറിസം എന്ന് പറഞ്ഞിരിക്കുന്ന കുറ്റകൃത്യത്തിനകത്ത് വരുന്നതാണ്. അപ്പൊ ഇത് പ്രകാരം എത്ര ശിക്ഷയാണ് കൊടുക്കുന്നത് എന്ന കാര്യം ഒന്ന് പഠിച്ചു വെക്കണം. ആദ്യ കുറ്റത്തിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത് 1 വർഷത്തിൽ കുറയാത്തത്. എത്രയാണ് ശിക്ഷ? എത്ര വരും? 1 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 3 വർഷമാകാവുന്നതുമായ, അതായത് 1 വർഷത്തിനും 3 വർഷത്തിനും ഇടയിൽ, 1 വർഷം മുതൽ 3 വർഷം വരെ കിട്ടാവുന്നതാണ്. തടവും പിഴയും. അത് ജസ്റ്റ് അതോ മാത്രം ഒന്ന് ഓർത്തേച്ചാൽ മതി. ആദ്യ കുറ്റമാണ് അത്. ആദ്യത്തെ പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞാലാണ് ഈ ശിക്ഷ. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും 3 വർഷവും അല്ലെങ്കിൽ 7 വർഷം വരെ ആവുന്ന തടവും പിഴയുമാണ് വരുന്നത് കേട്ടോ. അതായത് ഫസ്റ്റ് ടൈം ആണ് ആ വ്യക്തിനെ പിടിക്കുന്നതെങ്കിൽ എത്ര വരും? 1 വർഷത്തിനും 3 വർഷത്തിനും ഇടയിൽ തടവും പിഴയും. ഇനിയും രണ്ടാമത്തെ കണ്ടീഷൻ ആണ് എങ്കിൽ എത്ര വരും? 3 വർഷം മുതൽ 7 വർഷം വരെ ഉള്ള തടവും പിഴയും കിട്ടും. മനസ്സിലായോ കണ്ടന്റ്? ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഒത്തിരി അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങ് കാട് കയറി പോകും. അതുകൊണ്ട് എന്ത് പഠിച്ചാൽ മതി? ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാമേ. ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി എന്ന് പറയുന്നത് എന്താണ്? ഒളിഞ്ഞു നോട്ടം മൂലമാണല്ലോ നഗ്ന ചിത്രങ്ങളൊക്കെ വരുന്നത്. അപ്പൊ വോയൂറിസം എന്ന് പറയുന്നതിനകത്താണ് വരുന്നത്. അപ്പൊ ആ വോയൂറിസത്തിന്റെ മലയാളമാണ് ഒളിഞ്ഞു നോട്ടം എന്ന് പറഞ്ഞത്. അപ്പൊ അത് പ്രകാരം BNS-ലും IPC-യിലും എന്തുണ്ട്? ശിക്ഷകൾ പറയുന്നുണ്ട്. അപ്പൊ IPC-യിൽ ഏത് പ്രകാരം? 354C പ്രകാരവും BNS-ൽ ഏത് പ്രകാരവുമാണ് വോയൂറിസം എന്ന് പറയുന്ന വകുപ്പ് പ്രതിപാദിക്കുന്നത്? 77 പ്രകാരവും. അതൊന്നും നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ഇനി ആ ഒരു വ്യക്തിനെ ആദ്യത്തെ പ്രാവശ്യമാണ് ശിക്ഷിക്കുന്നതെങ്കിൽ 1 മുതൽ 3 വർഷത്തിന്, അതായത് 1 വർഷത്തിനും 3 വർഷത്തിന് ഇടയിലും തടവും കിട്ടും, പിഴയും കിട്ടും. ഇനി രണ്ടാമത് വീണ്ടും കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ എത്ര കിട്ടും? 3 മുതൽ 7 വർഷം വരെ തടവും പിഴയും ഉണ്ടായിരിക്കും. അത് മനസ്സിലായോ? ഓക്കെ. ഇനി നമുക്ക് അടുത്തായിട്ട് ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് നിർത്താം. ഇന്ന് പഠിക്കുന്നൊക്കെ നമ്മൾ ഇച്ചിരി ടൈറ്റ് കണ്ടന്റ് ആണ്. സോ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ. ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം ഏത്? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി. ഇതിന്റെയാണ് ആൻസർ പറഞ്ഞത്. ജെമിനി. ആർട്ടിഫിഷ്യൽ
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് ആരാണ്? ജോൺ മക്കാർത്തി. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ ജെമിനിയുടെ ഓൾഡ് നെയിം എന്താണ്? ജെമിനിയുടെ പഴയ പേരെന്ന് പറയുന്നത് ബാർഡ് ആണ്. ബാർഡ്. ജെമിനിയുടെ പഴയ പേരെന്തുവാ? ബാർഡ് എന്നാണ്. ടെക്സ്റ്റ് ആയാലും ഇമേജ് ആയാലും വീഡിയോ ഒക്കെ ഉള്ള കാര്യങ്ങൾ സംയോജിപ്പിച്ച് പ്രവർത്തിക്കാനൊക്കെ ഇപ്പം ജെമിനിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലെ. ഇനി ഇത് ഹിന്ദിയിൽ അവൈലബിൾ ആണോ? ഇന്ത്യയിൽ ഹിന്ദി ഭാഷയിൽ ജെമിനി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആണ്. ചാറ്റ് GPT വികസിപ്പിച്ചെടുത്ത കമ്പനി ആരാണ്? ചാറ്റ് GPT ആരാ? ഇത് ഗൂഗിൾ ആണല്ലോ ജെമിനി. ചാറ്റ് GPT ആരുടെയാ? ഓപ്പൺ AI. എന്താ? ഓപ്പൺ AI. അത് PYQ ആണേ. ചാറ്റ് GPTയുടെ വെബ്സൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചാറ്റ് GPT എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്പൺ AI ആണ് വികസിപ്പിച്ചത്. കമ്പനിയുടെ പേരാണ് ഓപ്പൺ AI എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മെറ്റ ഉണ്ടല്ലോ, മെറ്റ ഒരു AI ഉണ്ട്. മെറ്റയ്ക്ക് ഒരു AI ഉണ്ട്. മെറ്റ AI വികസിപ്പിച്ച ആരാ? മെറ്റയുടെ AIയുടെ പേരാണ് മെറ്റ AI എന്നാണ്. ഇവിടെ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, മെറ്റ AI. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ പറയാം. ഇത് ഗൂഗിളിന്റെ ആണല്ലോ ജെമിനി വന്നത്. ചാറ്റ് GPTയുടെ ചോദിച്ചാൽ എന്തുവിടെ പറയണം? ഓപ്പൺ AI പറയണം. മെറ്റ AI ആരുടേതാ? മെറ്റയുടേത്. കോപൈലറ്റ് ആരുടേതാ? മൈക്രോസോഫ്റ്റിൻ്റെത്. ആരുടെയാ? മൈക്രോസോഫ്റ്റ്. ഇത് നാലും പഠിച്ചോ? ഒന്നുകൂടെ പറയാം. ജെമിനിയുടെ ഓൾഡ് നെയിം ബാർഡ് ആണ്. ജെമിനിക്ക് ഹിന്ദി വേർഷനിനകത്ത് ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ യെസ് എന്ന് പറയണം. ചാറ്റ് GPTയുടെ ഏത് കമ്പനിയാണ് വികസിപ്പിച്ചത്? ഓപ്പൺ AI ആണ് വികസിപ്പിച്ചത്. മെറ്റ AI വികസിപ്പിച്ചത് മെറ്റ എന്ന കമ്പനി. കോപൈലറ്റ് ആരുടേതാണ്? മൈക്രോസോഫ്റ്റിൻ്റെതാണ്. മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ടുഡേ ഇറ്റ്സെൽഫ് തന്നെ നന്നായിട്ട് പഠിക്കണം. എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഉപഭോക്തൃ സംരക്ഷണ കമ്മീഷനുമായി ബന്ധപ്പെട്ട 86-ലേതും 2019-ലേതും 2021-ലേതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൂടാതെ എന്തും നമ്മൾ പഠിച്ചിട്ടുണ്ട്? ചെസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പദങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് എന്താണ്? ഗൂഗിളിന്റെ ഈ പറയുന്ന സംവിധാനവും വോയൂറിസവും പഠിച്ചു. 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ കണക്റ്റഡ് പോയിന്റ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് കോഴ്സിലേക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ഇപ്പൊ നമുക്ക് ഡിഗ്രി പ്രിലിംസിൻ്റെതും അവൈലബിൾ ആണ്, 10th മെയിൻസിൻ്റെതും അവൈലബിൾ ആണ്, കോംബോ ഓഫർ അവൈലബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഈ പറയുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇതിന്റെ കണ്ടന്റ് നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആയിരിക്കും, PDF അവൈലബിൾ ആയിരിക്കും. GBJOS അക്കാദമിയിൽ PDF വന്നോ? ഓക്കെ, അപ്പൊ ശരി, ബൈ. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.